മുസ്ലിം നേതാവ് ശ്രീ പി കെ ഫിറോസ് ടെലിഫോൺ ലൈനുണ്ട്. പി കെ ഫിറോസ്, ഇന്നലെയാണ് വഖഫ് ബില്ല് നിയമമായി പ്രാബല്യത്തിൽ വന്നത്. വഖഫ് ബില്ല് സാമൂഹ്യനീതിയിലേക്കുള്ള താക്കോലാണെന്നാണ് പ്രധാനമന്ത്രി ആവർത്തിക്കുന്നത്. BJP നേതാക്കൾ ഇത് തുടർച്ചയായി ആവർത്തിക്കുകയും ചെയ്യുന്നു. വലിയ പ്രതിഷേധം മുസ്ലിം സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ട്. ഇനി എന്ത് പോരാട്ടത്തിലാണ്? ഇപ്പോൾ നിയമപരമായ പോരാട്ടത്തിൽ ഒരുങ്ങിയിട്ടുണ്ട് ലീഗ് എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പൊതുനീക്കത്തിൽ നിന്ന്? അല്ല, നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ അത്ഭുതമൊന്നുമില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസംഗവും ഇതേ സമാനമായ രീതിയിലുള്ളതായിരുന്നല്ലോ. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹൈന്ദവ സ്ത്രീകളുടെ താലിമാല വരെ പൊട്ടിച്ചവർ കൊണ്ടുപോകുന്നു, സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നുള്ളതായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട പ്രസംഗം. അപ്പോ സമാനമായ രീതിയിൽ അദ്ദേഹം പ്രസംഗിക്കും എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹം പറയുന്നു. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്. UP ഈ രാജ്യം ഭരിച്ച സമയത്തും BJP രാജ്യം ഭരിച്ച സമയത്തും ഈ രാജ്യത്തെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾ ഏതൊക്കെയാണ് നിയമമായി മാറിയതെന്ന് പരിശോധിച്ചാൽ സാമൂഹ്യ നീതി ആരാണ് കൊണ്ടുവന്നത് എന്ന് ബോധ്യമാകും. അപ്പൊ UP രാജ്യം ഭരിച്ച സമയത്ത് രാജ്യത്തിന്റെ പാർലമെന്റിൽ കൊണ്ടുവന്ന നിയമങ്ങൾ ഒന്ന് തൊഴിലുറപ്പ് നിയമമായിരുന്നു, മറ്റൊന്ന് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് ആയിരുന്നു, മറ്റൊന്ന് ഭക്ഷ്യസുരക്ഷാ നിയമമായിരുന്നു, മറ്റൊന്ന് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധമാക്കുന്ന നിയമങ്ങളായിരുന്നു. അപ്പൊ സമാനമായ രീതിയിലുള്ള നിയമങ്ങളാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ UP കൊണ്ടുവന്നതെങ്കിൽ BJP രാജ്യം ഭരിക്കുമ്പോൾ കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ്? മുത്തലാഖ് ബില്ല്, അതുപോലെ തന്നെ CA NRC, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന നിയമം, ഇപ്പോ ഒടുവിൽ വഖഫ് നിയമം. അപ്പൊ ഇതൊക്കെ ഏതൊക്കെ സാമൂഹ്യ നീതിയാണ് നടപ്പിലാക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ഒറ്റ കാര്യമാണ്: ഒരു സമുദായത്തെ പാർശ്വവൽക്കരിക്കുക, മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കുക, അവരെ ശത്രുവായി പ്രഖ്യാപിക്കുക, ബാക്കിയുള്ളവരെ കൂടെ കൂട്ടി ഇന്ത്യയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ തങ്ങൾക്ക് വോട്ട് കിട്ടുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിലൂടെ നരേന്ദ്രമോദി ഉന്നം വെക്കുന്നത് എന്നുള്ളത് BJP ഉന്നം വെക്കുന്നത് വളരെ വ്യക്തമാണ്. ഈ വഖഫ് നിയമം വന്നതുകൊണ്ട് ഈ രാജ്യത്തെ ഏതെങ്കിലും ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ? മുസ്ലിങ്ങളുടെ സ്വത്തുക്കളുടെ മേൽ കുറച്ച് അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കും എന്നല്ലാതെ, അവരുടെ വഖഫ് സ്വത്തിന്റെ മേൽ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കും എന്നല്ലാതെ ഏത് സാമൂഹ്യ നീതിയാണ് ഉറപ്പുവരുത്താൻ പോകുന്നത്? ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കോ? ഇവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയോ? ഈ നാട്ടിലെ തൊഴിലില്ലായ്മ പരിഹരിക്കോ? ഇന്ത്യയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നേരിടുന്നത്. അതിന് പരിഹാരം ഉണ്ടാവോ? അതുപോലെ നമ്മുടെ രൂപയുടെ മൂല്യം ഓരോ ദിവസവും ഇങ്ങനെ കുറഞ്ഞു പോവാണ്. അതിനകത്ത് മാറ്റം ഉണ്ടാവോ? എന്ത് മാറ്റമാണ് ഈ വഖഫ് നിയമം ഈ രാജ്യത്ത് കൊണ്ടുവരാൻ പോകുന്നത്? അപ്പൊ വളരെ വ്യക്തമാണ്, അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ജനങ്ങളെ തമ്മിലടിപ്പിക്കണം. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഒക്കെ തമ്മിലടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ബില്ല് കൊണ്ട് സംഘപരിവാരും നരേന്ദ്രമോദിയും ലക്ഷ്യമിടുന്നത്. പി കെ ഫിറോസ് ആണ് സംസാരിച്ചത്. പ്രധാനമന്ത്രി ഇന്നലെ ന്യൂസ് 18-ന്റെ റൈസിംഗ് ഭാരത് സമ്മിറ്റിലാണ് വഖഫ് ബിൽ എന്നുള്ളത് സാമൂഹ്യ നീതിയിലേക്കുള്ള താക്കോലാണ് എന്ന് വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി ഇക്കാര്യം പറയുകയും BJP നേതാക്കൾ ഒന്നടങ്കം ഇത്തരം കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും. ഇന്ന് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്നപ്പോഴും വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരം എന്നും പറയുകയായിരുന്നു. അത്തരത്തിൽ വഖഫ് ബില്ലിനെ വലിയ തോതിൽ ഇന്നലെ നമുക്കറിയാം നിയമമായത് ഇന്നലെയാണ്. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. ഇന്നലെ മുതൽ രാജ്യത്തിന് നിയമമായി വഖഫ് ബിൽ മാറുകയാണ്. ചട്ടങ്ങൾ രൂപീകരിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് അത് ഏതൊക്കെ തരത്തിലാകുമെന്നുള്ളതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കുകയും വേണം. ഇന്നലെയാണ് റൈസിംഗ് ഭാരത് 2025 പ്രധാനമന്ത്രി ന്യൂസ് 18-ന്റെ വേദിയിലെത്തുകയും വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത്. മുസ്ലിം സമുദായത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഒപ്പം സ്ത്രീകൾക്ക് ഒക്കെ സാമൂഹ്യ നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് BJP സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് പ്രധാനമന്ത്രി ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും അതനുസരിച്ചുള്ള ഈ വഖഫ് ബില്ല് പോലുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നത് എന്നാണ് അവകാശവാദം. ഏതായാലും സാമൂഹ്യ നീതിക്കുള്ള താക്കോൽ എന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മറ്റ് മുന്നണികളൊക്കെ പ്രീണ രാഷ്ട്രീയമാണ് രാജ്യത്ത് നടപ്പിലായിക്കൊണ്ടിരുന്നത്. അത് BJP പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ വികസനത്തിൽ അധിഷ്ഠിതമായ സമുദായങ്ങളുടെ ഉന്നമനത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ മാത്രമാണ് BJP സർക്കാർ നടപ്പിലാക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട അതിഥികൾ ന്യൂസ് 18 സമ്മിറ്റിന്റെ ഭാഗമായി റൈസിംഗ് ഭാരത് സമ്മിറ്റിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര മന്ത്രി അമിത് ഷാ
ഇതിൻ്റെ ഭാഗമായി സംസാരിക്കും. ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മറ്റൊന്നുമല്ല, വഖഫ് ബില്ലാണ്. ഇന്നിപ്പോൾ മുസ്ലിം സംഘടനയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അടക്കം മാർച്ചുകൾ നടത്തുന്ന സാഹചര്യമുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗ് നേതാവ് സുപ്രീം കോടതിയെ സമീപിച്ച പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വെക്കണം.